എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൃക്കാക്കരയിലാണ്. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം പി.ടി. തോമസ് ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള സ്നേഹക്കൂട് പദ്ധതിയുടെ താക്കോൽദാന ചടങ്ങുകളോട് നടക്കേണ്ടത്. അപ്പോൾ 2 വീടുകളാണ് താക്കോൽദാനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സിനിമാ താരം നമ്മുടെ ഫഹദ് ഫാസിൽ, അതുപോലെ രമേഷ് പിഷാരടിയും, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്ന ആരും തീർച്ചയായും നമ്മുടെ ചാനൽ സ്ക്രീൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ. ഈ കാണുന്ന 2 വീടുകളാണ് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തൊരു വീടുണ്ട് കേട്ടോ. ഈ 2 വീടാണ്. പ്രത്യേകമായി തീർച്ചയായിട്ടും ഈ ചടങ്ങ് ഗംഭീരമാക്കാൻ സഹായിച്ച ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. പ്രിയങ്കരനായ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമ്മുടെ അതിഥി കൂടിയായ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടതാര ശ്രീ ഫഹദ് ഫാസിൽ കൂടി ഈ വേദിയിലേക്ക് കടന്നു വരിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. താക്കോൽദാനമാണ്. ഇതിന്റെ താക്കോല് ഏറ്റുവാങ്ങുവാനായി സലാമിനെയും ക്ഷണിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന് പി.ടി. തോമസ് ഫൗണ്ടേഷനിലെ ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കുന്നു. അടുത്തായി നമസ്കാരം. ഒരു നല്ല കാര്യത്തിന് എടുത്ത ആളാണുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ വന്നതിലൊരു വ്യക്തിപരമായ സന്തോഷം തോന്നുന്നത് എനിക്ക് തോമസ് സാറിൻ്റെ ഒരു കടം ബാധ്യമായിരുന്നു. തോമസ് സാർ വിളിച്ചൊരു ഫംഗ്ഷൻ എനിക്ക് പോകാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഉമ്മാമേം വിളിച്ചോടനെ ഓടി വന്നത്. ഞാൻ ആദ്യമായിട്ട് ഉമ്മാമേം കാണുന്നത് അത് പ്രതീക്ഷിച്ചാണ് ഞാൻ കാണുന്നത്. എന്തായാലും നിങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഈ ചടങ്ങിലെ മറ്റൊരു വിശ്വാസിയായ സ്പോൺസർ
അദ്ദേഹത്തിന്റെ മകനും ഈ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ ചേച്ചി സുഹൃത്തും സഹപ്രവർത്തകനായിട്ടുള്ള ഫഹദ്, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സിൻഡേറ്റിന്റെ പ്രതിനിധികൾ നേരിടുന്നു. ഈ വീട് ഇന്ന് ലഭിച്ച അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല, അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഇവിടെ ഇപ്പം ഒരു വീടും അതിൻ്റെ പ്രസക്തിയുമെല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു. സമ്മാനം കൊടുത്തിട്ടുണ്ട്, അത് ഇപ്പോൾ കൊടുക്കുന്നു. ഇല്ല, അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളൊരു സന്തോഷം അത്രേ ഉള്ളൂ. നസറിയയ്ക്ക് വേണ്ടി ഒരു നല്ല കൈയ്യടി കൊടുത്ത എല്ലാവരും. ഈ പരിപാടിക്ക് ചെറിയ ആശംസ ശ്രീ റാഷിദ് ഉള്ളമ്പള്ളി.